ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. കുറഞ്ഞത് 9 പലസ്തീൻ പൗരന്മാരെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസയിലെ ഷുജയയിലും തെക്കൻ നഗരമായ റഫയിലുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടത്. അതിനിടെ ഇസ്രായേലിൻ്റെ തെക്കൻ നഗരമായ എയ്ലാത്തിൽ ഡ്രോൺ ആക്രമണ സൈറൻ മുഴങ്ങി. കഴിഞ്ഞയാഴ്ച ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ആദ്യമായാണ് ഇസ്രായേലിൽ ആക്രമണ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. സൈറൻ മുഴങ്ങിയതോടെ IDF ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിരവധി തവണ എയ്ലാത്തിൽ യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ടില്ല. എന്നാൽ എയ്ലാത്ത് നഗരത്തിൽ മുഴങ്ങിയ സൈറൻ തെറ്റായ മുന്നറിയിപ്പാണെന്ന് IDF പിന്നീട് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ പാലിക്കാത്തതിൽ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. ഗാസയിലെ ദേറൽ ബലയിലും ഇസ്രായേൽ ഡ്രോണാക്രമണം നടത്തി. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. റഫയുടെ വടക്ക് കിഴക്കൻ മേഖലയായ നസർ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം 15 പേരെ അറസ്റ്റ് ചെയ്തെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിനെതിരെ ഹമാസ് വിമർശനവുമായി എത്തി. ഗാസ മുനമ്പിൽ ഉടനീളം സിവിലിയന്മാരെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ എന്നും അധിനിവേശ ഭരണകൂടം ഗാസ വെടിനിർത്തൽ കരാർ പരസ്യമായി ലംഘിച്ചുവെന്നും ഹമാസ് വക്താവ് ഹസീം ഹാസി കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച 3 ദിവസമായി പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചു. അധിനിവേശ സൈന്യം ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചുവെന്നും ഇത് 7 പലസ്തീനികളുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായെന്നും ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 10-നാണ് ഇസ്രായേൽ മന്ത്രിസഭ ഗാസ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. എന്നിട്ടും ആക്രമണം തുടരുന്നു. ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നും ഹമാസ് അറിയിച്ചു. അതിനിടെ ഭീഷണി മുഴക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തി. വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണം വീണ്ടും തുടങ്ങുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ആയുധം അടിയറ വയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിക്കുമെന്നും പ്രമുഖ മാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഭീഷണി മുഴക്കി. കരാർ പ്രകാരം ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. വൈകാതെ കരാർ വ്യവസ്ഥ പൂർത്തീകരിക്കുമെന്നും ഹമാസ് സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 9 കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതിനിടെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തിയത്. ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിലും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ്.